ഈ തമിഴ്നാട്ടിലെ അണ്ണാമലൈ എന്ന ഘടകം മാത്രം നോക്കിയാൽ പോരാ. മോദി തന്നെ എത്ര തവണ തമിഴ്നാട്ടിൽ പോകുന്നു, എന്തൊക്കെ തമിഴ്നാട് പിടിക്കാൻ എന്തൊക്കെ തന്ത്രങ്ങൾ ഇതിനകം അല്ലേ, ചെങ്കോലടക്കമുള്ള കാര്യങ്ങൾ അതൊക്കെ ഏതൊക്കെ രൂപത്തിലാണ് പ്രവർത്തിച്ചത്. പക്ഷെ അതൊന്നും അവിടെ ഏശിയിട്ടില്ല എന്നുള്ളതാണ്. എന്താണ് സുജയുടെ ടേക്ക് ഇതിനകത്ത്? ഇക്കാര്യത്തിൽ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തോന്നിയാൽ NDA മാറി ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുന്നു, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്നു എന്ന് തോന്നുന്നു. അതൊന്നും സംഭവിച്ചില്ല. ഇന്ത്യ മുന്നണി പ്രവചിച്ച 295 എന്ന് ദേഷ്യത്തോടെ പറഞ്ഞു പോയ രാഹുൽ ഗാന്ധി എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, 295 അടുത്തേക്ക് ലീഡ് നിലയിൽ പോലും ഇന്ത്യ മുന്നണിക്ക് ഒരിക്കൽ പോലും എത്താൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു വസ്തുത നമ്മൾ ഇന്ന് കണ്ടതാണ്. അത് യാഥാർത്ഥ്യം. ഡോക്ടർ അരുണിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നിജം. ഇനി NDA ഇപ്പോൾ 291 താഴേക്ക് പോകില്ല എന്നുള്ളത് ഉറപ്പാണ്. ലീഡ് നില വെച്ചിട്ടായാലും 291 മുകളിലേക്കേ പോവുകയുള്ളൂ. NDAയുടെ ഫൈനൽ ടാലി എന്ന് പറയുന്നത്. മൂന്നാം വട്ടവും സർക്കാർ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ മജോറിറ്റി ഉണ്ട്. ചന്ദ്രബാബു നായിഡു ഒന്നും എന്തായാലും ഇന്ത്യ മുന്നണിക്കൊപ്പം പോകാനും പോകുന്നില്ല. TDP ഒക്കെ ആന്ധ്രാപ്രദേശിൽ നിയമസഭയിലേക്ക് നേടിയ വിജയം കൂടി കാണണം. ആന്ധ്ര, അതുപോലെ തന്നെ ഒഡീഷ, അരുണാചൽ പ്രദേശ് 3 നിയമസഭകളും BJP അല്ലെങ്കിൽ NDA ആണ് ഭരിക്കാൻ പോകുന്നത്. അതുകൂടി ഇന്ത്യ മുന്നണിക്കാർ കാണണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.